ഹലോ ഗൈസ്, വെൽക്കം ടു ജിജെ ബസ്. ദിസ് ഇസ് മീ ജിജെ. ഇന്ന് ഞാനും മുത്തും കൂടെ നേരെ മാൽഡീവ്സിലേക്ക് പോവുകയാണ്. സോ ആദ്യം വീട്ടിൽ നിന്ന് പുറപ്പെട്ട എയർപോർട്ടിലേക്ക് ഓൺ ദ വേ ലാലിൻ്റെ ഫ്ലെക്സൊക്കെ കണ്ട് എല്ലാ ഡയലോഗൊക്കെ ഓർമ്മ വന്നു. സോ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. ഞങ്ങളുടെ കല്യാണത്തിന് ശേഷമുള്ള ഹണിമൂൺ ട്രിപ്പാണിത്. സോ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്ത് ഒരുപാട് ഏജൻസി ആയിട്ടൊക്കെ കൺസൾട്ട് ചെയ്ത് ലാസ്റ്റ് ടൂർലക്സ് ഹോളിഡേയ്സ് എന്ന് പറഞ്ഞ ഏജൻസിയാണ് ഞങ്ങൾ ഈ ഒരു ട്രിപ്പിനായിട്ട് ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. ബുക്കിംഗ് കാര്യങ്ങളൊക്കെ മുത്ത് തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. വെട്ടി മാറിപ്പോയിരിക്കാൻ കെട്ടിവെച്ചിരിക്കും. കല്യാണം കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ ട്രിപ്പാണ്. അപ്പോൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സോ ഇതിനു മുമ്പ് ഇതിനൊരു തുടക്കമുണ്ട്. ഇതിന് ഞങ്ങൾ ആദ്യം പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്തു. സോ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഓക്കെ, അതാണ്ട് എൻ്റെ കോലം കണ്ടില്ല അന്ന്. മാസങ്ങൾക്ക് മുമ്പേ തന്നെ ഞങ്ങൾ ടൂർലക്സിൻ്റെ ഓഫീസ് വിസിറ്റ് ചെയ്ത് എല്ലാം ബുക്ക് ചെയ്യുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. അവർ തന്ന പാക്കേജ് ഞങ്ങൾ കുറച്ചൊന്ന് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് പ്ലാൻ ചെയ്തത്. ഞങ്ങൾ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞു. നമ്മുടെ വന്ന വഴിയും കാര്യങ്ങളും എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇനി ഞങ്ങളുടെ യാത്ര തുടങ്ങാൻ പോവാണ്. ഞങ്ങളുടെ നീലപ്പെട്ടിയും ഞങ്ങളുടെ ചുവന്ന കിട്ടിയ പെട്ടിയും എല്ലാം ആയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കാണാം. ചെക്കിനും ഇമിഗ്രേഷനും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒരു ഫോറിൻ ട്രിപ്പ് പോകുന്നത്. മുമ്പ് തായ്ലൻഡ് പോയിട്ടുണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇപ്പം നമ്മൾ ഗേറ്റിൻ്റെ അവിടെ വെയിറ്റിംഗ് ആണ്. ഇനി നമുക്ക് അറൗണ്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ ഫ്ലൈറ്റിന് നമുക്കൊരു ചായ കുടിക്കാൻ പറ്റുമോ നോക്കാം. ശരിക്കും നമ്മൾ ഈ അറക്കവാളെന്നൊക്കെ പറയുന്ന അപ്പം നേരിട്ട് കാണാൻ പറ്റി. ഈ എയർപോർട്ടിനകത്ത് ഫുഡിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. എങ്കിലും വിശപ്പിൻ്റെ യുദ്ധത്തിൽ ഞങ്ങൾ തോറ്റുപോയി. ഞങ്ങളുടെ ദോശയും വടയും കോഫിയും ഉള്ള കോംബോ ഓർഡർ ചെയ്ത് കഴിച്ചു. അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ കയ്യിലുള്ള കുപ്പി സാധാരണ കുപ്പിയല്ല. കോഫി കുടിച്ചു. സാധാരണയായിട്ട് കാപ്പിയൊന്നും കുടിക്കാതെ ഞാൻ പോലും കാപ്പിയൊക്കെ മേടിച്ച് കുടിച്ചു. കാരണം അത്രയ്ക്ക് തണുപ്പുണ്ടായിരുന്നു എയർപോർട്ടിനകത്ത്. ഞാനാണെങ്കിൽ അതിന് പറ്റാത്ത വേഷമാണ് ഇട്ടിരുന്നത്. എനിവേസ് ഞങ്ങൾ കാത്തു നിന്ന് പ്ലെയിനകത്തേക്ക് കയറിയിട്ട് പിന്നെ ടേക്ക് ഓഫ് വരാനായിട്ട് കാത്തു നിന്നു. ഇടയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഈ ടേക്ക് ഓഫ് സമയത്ത് ചെവിയിൽ പ്രഷറിൻ്റെ വ്യത്യാസമൊക്കെ വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അതിന് പ്രിപ്പയർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് പോയത്. ചെവിയിൽ ഇയർബഡ്സ് വെച്ചു. പിന്നെ അതിന് മേലെ മറ്റേ നമ്മുടെ ഒരു മഫ്ലർ പോലൊരു സാധനമൊക്കെ വെച്ചിരുന്നു. താഴോട്ട് നോക്കാൻ നല്ല പേടിയായിട്ട് ഞാൻ ടേക്ക് ഓഫ് സമയത്ത് വീഡിയോ ഒക്കെ എടുത്തു. ഞാൻ നോക്കാതെ ക്യാമറ മൊബൈൽ അങ്ങോട്ട് പിടിച്ച് അഡ്ജസ്റ്റ്മെൻറ്റിലൊക്കെയാണ് എടുത്തത്. ആ ഒരു ടേക്ക് ഓഫിൻ്റെ വീഡിയോ വേണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിൻ്റെ ഒരു ഇതാണല്ലോ, ആദ്യമായിട്ട് ഒരു പുറം രാജ്യത്തേക്ക് പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. സോ അത് ഞാനങ്ങനെ വീഡിയോയിൽ പകർത്തി വെച്ചു. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ തമാശകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിരാവിലെ പുറപ്പെട്ടതായതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. കുറച്ച് നേരം തമാശകളും കഥകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. അങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും കടൽ മെല്ലെ മെല്ലെ തെളിഞ്ഞു വന്നു തുടങ്ങി. ഒരുപാട് അകലമൊന്നുമില്ല, 1.5 മണിക്കൂറേ ഉള്ളൂ ഫ്ലൈറ്റ്. മാൽഡീവ്സ് എത്താറായപ്പോഴത്തേക്കും കടലിൻ്റെ ആ ഒരു ബ്യൂട്ടി ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. കണ്ടില്ലേ, ആ ഒരു കളർ തന്നെ മാറി, കോപ്പർ സൾഫേറ്റ് ബ്ലൂ പോലെ നല്ല പീകോക്ക് ബ്ലൂ ഇങ്ങനെ തെളിഞ്ഞു വരുന്നുണ്ട്. ബോട്ടൊക്കെ ഇങ്ങനെ പോകുന്ന കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ മുത്തിന് ഭയങ്കര ആകാംക്ഷയായിരുന്നു. അപ്പോൾ ഒരുപാട് മലയാളികൾ ഇങ്ങനെ അതിലേക്ക് ആ ഒരു കാഴ്ചകളും കണ്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ മെല്ലെ ഐലൻഡുകളുടെ പല പല കൂട്ടങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ മെല്ലെ നമ്മുടെ മാൽഡീവ്സിലെ എയർപോർട്ടിലേക്ക് വന്നിറങ്ങുകയാണ്. നല്ല ഒരു ഭംഗിയുള്ളൊരു ലാൻഡിങ്. ആദ്യമായിട്ട് ഞാനൊരു ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഒരു ഫോറിൻ കൺട്രിയിൽ കാലെടുത്ത് കുത്തുകയാണ് മാൽഡീവ്സിൽ. മാൽഡീവ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ വിസയുടെ ആവശ്യമില്ല. നമുക്ക് പോയി വിസയൊന്നും ഇല്ലാതെ പോയി ചില്ല് ചെയ്യാം. സോ ആദ്യം ഞങ്ങൾ നേരെ ബസ്സിൽ കയറി, നമ്മുടെ ഈ ഫ്ലൈറ്റിൻ്റെ തന്നെ ബസ്സിൽ. ദെൻ പെട്ടിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരുപാട് പേർക്ക് റെഡ് പെട്ടി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ പെട്ടിയിൽ കെട്ടി വെച്ചത് എന്തായാലും നന്നായി. കെട്ടിയ പെട്ടി കിട്ടി. ദെൻ മുത്തിൻ്റെ പെട്ടിയും വന്നു. സോ ഞങ്ങൾ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് സെറ്റാക്കി ഒന്ന് വാഷ്റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതായത് കാത്ത് നിൽക്കുകയാണ് ഇങ്ങനെ കൗണ്ടറുമായിട്ട്. അപ്പോൾ അതിൽ ഞങ്ങളുടെ പേരൊക്കെ എഴുതിയൊരു കാർഡുമായിട്ടൊരു ചേട്ടൻ നിന്നു. ഞങ്ങൾ പുള്ളിയുടെ കൂടെ കൗണ്ടറിലേക്ക് പോയി. അങ്ങനെ ഞങ്ങൾ മാൽഡീവ്സ് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഞങ്ങളോട് ഇവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. കുറച്ച് ആൾക്കാർ ഇവിടെ വരാനുണ്ട്. അപ്പോൾ ഏകദേശം ഒരു 12:30. ഇപ്പോൾ എത്രയായി? 12 അപ്പോൾ ഒരു 12 വരെ അടുപ്പിച്ച് ഞങ്ങളിവിടെ നിന്ന് പോകുന്നതായിരിക്കും. ഓക്കെ, ബാക്കിൽ ഇതാ ദൂരെയായിട്ട് നീല കടലൊക്കെ കാണാം. അടിപൊളിയല്ലേ? ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ വന്നപ്പോൾ പുള്ളിക്കാരൻ വന്ന് 2 കുപ്പി വെള്ളം തന്നു. നോക്കിയപ്പോഴാണ് കണ്ടത് ഈ 12 എന്ന് പറയുന്നത് നമ്മുടെ 12:30 അല്ല, അവരുടെ 12:30. അപ്പോൾ ഇനിയുണ്ട് 3/4 മണിക്കൂർ. ഞങ്ങളിങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ റിലാക്സ് ചെയ്തിരിക്കാമെന്നായിരുന്നു. ഇരിക്കുവാണ് ഞാൻ. ഇവിടെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന് നോക്കാം. ഭയങ്കര കോസ്റ്റ്ലി ആണെന്ന് കഴിച്ച് പറയാൻ മറന്നു. മാൽഡീവ്സിലെ നമ്മുടെ കറൻസി എന്ന് പറയുന്നത് മാഫുഷി റുഫിയ അല്ലെങ്കിൽ US ഡോളർ. ഇത് രണ്ടുമൊക്കെയാണ് അക്സെപ്റ്റഡ്. മിക്ക കടകളിലും US ഡോളർ അക്സെപ്റ്റഡ് ആണ്. അങ്ങനെ നിന്നപ്പോൾ ബോട്ട് വന്നു. ബോട്ടിൽ കയറാൻ പോവാണ്. മനോഹരമായിട്ടുള്ള നല്ല നീല കടൽ കാണാനായിട്ട് എന്ത് രസമാണെന്ന് അറിയാം. ജാക്കറ്റൊക്കെ കിട്ടി. നമ്മുടെ ബോട്ടിൽ കയറി സെറ്റിലായിട്ടുണ്ട്. ബോട്ടിൻ്റെ ഫുള്ളൊന്ന് കാണിച്ചു. ഓക്കെ,
അഡാരൻ ഗ്രൂപ്പിൻ്റെ അഡാരൻ സെലക്ട് ഹുദ്രാൻ ഫിഷി എന്ന് പറഞ്ഞ ഒരു ഐലൻഡിലെ റിസോർട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്നത്, അവിടുത്തെ ഓഷ്യൻ വില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു. അടിപൊളി ബോട്ടിലും സൂപ്പർ സെറ്റപ്പിലുമാണ് ഞങ്ങളെ കൊണ്ടുപോയത്. പോകുന്ന വഴി മനോഹരമായ കാഴ്ചകളായിരുന്നു. ആ കടലിൻ്റെ കളറ് കാണാൻ തന്നെ വെറുതെ ഇങ്ങനെ കടലിൽ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ട്രാവൽ ചെയ്ത് പോയപ്പോഴത്തേക്കും പുള്ളിക്കാരെ പറഞ്ഞ് നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ അഡാരൻ സെലക്ട് ഹുദ്രാൻ ഫിഷിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ ദൂരെയായിട്ട് ആ ഐലൻഡ് തെളിഞ്ഞെളിഞ്ഞ് വരുന്നുണ്ട്. ഏക്കർ കണക്കിന് പടർന്നു കിടക്കുന്ന ഈ ഐലൻഡ് മുഴുവൻ ഒരു ഗ്രൂപ്പ് അഡാരൻ ഗ്രൂപ്പിൻ്റെ കീഴിലാണെന്ന് പറയുമ്പോൾ അത് ശരിക്കും നമുക്ക് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അത്രയ്ക്ക് ഭംഗിയുള്ള ഐലൻഡാണ്. ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. ശരിക്കും നമുക്കൊരു ഗെയിമിലൊക്കെ ഉള്ള സ്ഥലങ്ങൾ പോലെ ഫാർ ക്രൈ 3-ലേക്ക് സ്ഥലം പോലെ തോന്നും. ഞങ്ങളെ റിസപ്ഷനിലേക്ക് വിളിച്ചിരിക്കുകയാണ് ചെക്ക് ഇൻ ചെയ്യാൻ. ഈ നമ്മൾ കുബേരൻ സിനിമയിൽ ദിലീപിന് ഒരു ദിവസം രാജാവായിട്ട് ജീവിക്കാൻ അവസരം കൊടുക്കുന്ന പറയില്ലേ, അതേപോലെ ഒരു രാജകീയ ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. ചെന്നപ്പോൾ തന്നെ നല്ല സ്പിരിറ്റിൽ പോലത്തെ ഒരു സാധനത്തിൽ മുക്കിയ തണുത്ത ടവല് തന്നായിരുന്നു. സോ അത് വെച്ച് മുഖമൊക്കെ ഒന്ന് തുടച്ചു, മൊത്തം ക്ലീനൊക്കെ ചെയ്ത് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് വാട്ടർമെലൻ്റെ ഒരു ജ്യൂസ് കൊണ്ടുവന്നു. സോ ഞങ്ങൾ അതൊക്കെ ഇങ്ങനെ കുടിച്ച് അങ്ങനെ ഇരുന്നു. ഇടയ്ക്ക് ചെക്കിൻ്റെ പരിപാടികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൻ ജ്യൂസ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു ചൂടത്തുനിന്ന് വന്ന് കയറിയപ്പോഴത്തേക്കും വളരെ റിഫ്രഷിംഗ് ആയിരുന്നു. അങ്ങനെ ചെക്കിനും കംപ്ലീറ്റ് ചെയ്ത് ജ്യൂസും കുടിച്ചിരുന്നപ്പോൾ ഒരു യെല്ലോ കളർ ബാൻഡ് കൊണ്ട് തന്നു. ഓഷ്യൻ വില്ലക്കാർക്ക് മാത്രമാണ്. അത് കുറച്ച് പ്രത്യേകതയുള്ള ബാൻഡ് ഇരിക്കുവാണ്. ചെക്കിൻ പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഒന്ന് ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ റൂമൊക്കെ റെഡിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ ലഞ്ചും ഡ്രിങ്കും ഒക്കെ ഉണ്ട്. സോ അതൊക്കെ സെറ്റാക്കിയിരിക്കാം. ഫുഡ് കഴിക്കാൻ പോകുന്നു. ഓഷ്യൻ വില്ലക്കാർക്ക്, അതായത് നമ്മുടെ ഈ യെല്ലോ ബാൻഡ് ധരിച്ചവർക്ക് മാത്രം ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഈ ഐലൻഡിലുണ്ട്. സോ ആ റെസ്റ്റോറൻറ്റ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ എല്ലാം ഞങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡും ഡ്രിങ്ക്സും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ ഞങ്ങൾ ആദ്യം തന്നെ ചെന്നിട്ട് ഫുള്ളായിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഫുഡ് മുതലാക്കുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മുതലാക്കി കഴിക്കാൻ പറ്റുന്ന അത്രയും ഐറ്റംസ് അവിടെ ഉണ്ട്. സോ ഞങ്ങൾ ഐശ്വര്യമായിട്ട് സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങി. ഒരു നാണോ വിചാരിച്ചില്ല, ഇഷ്ടം പോലെ തട്ടി, ഇഷ്ടം പോലെ മറ്റേ വീഡിയോയിലൊക്കെ പറയില്ലേ അതുപോലെ ഇഷ്ടം പോലെ ഐറ്റംസ്. സോ സൂപ്പിൽ നിന്ന് തന്നെ തുടങ്ങി. അതിന് വളരെയധികം ഇഷ്ടപ്പെട്ടു. സൂപ്പ് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മീറ്റ് ബോൾ സൂപ്പായിരുന്നു. ഓരോ ഐറ്റത്തിൻ്റെയും പേര് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും നമുക്ക് പറ്റുന്നതൊക്കെ പേര് പറഞ്ഞ് പോകാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, കാരണം അത്രയ്ക്കും ഐറ്റംസ് ഉള്ളതുകൊണ്ട് ഓരോന്നും പേര് പറയാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. പക്ഷേ നിങ്ങൾക്ക് എല്ലാം കാണിച്ചു തരാം, അത്രേ പറ്റുള്ളൂ. ഇഷ്ടം പോലെ ഐറ്റംസും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള, പിന്നെ നമ്മുടെ ടേസ്റ്റ് ബഡ്സിന് ചേരാത്ത വെറൈറ്റി ആയിട്ടുള്ളതായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. മെജോറിറ്റി ഓഫ് ദ ഐറ്റംസും ഫോറിനേഴ്സിനെ ഉദ്ദേശിച്ചാണ്. എന്തായാലും ഞാൻ വിക്രം സിനിമയിലെ കമലഹാസനെ പോലെ എല്ലാം സെറ്റാക്കിയിട്ട് ആരംഭിക്കണം അങ്കളാ എന്ന് പറഞ്ഞ് റെഡി ആയിരുന്നു. ആദ്യം ട്രൈ ചെയ്ത കലമാരി ആയിരുന്നു. അതങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. നമ്മുടെ കണവ കൂന്തളൊക്കെ പോലെ ഒരു ഐറ്റം. നമ്മൾ ഈ പച്ചയ്ക്ക് കഴിക്കുന്ന പോലെ തോന്നും. അങ്ങനെ ഒരു ഗ്രിൽഡ് ഐറ്റം ആയിരുന്നു അത്. ഒരു വെറൈറ്റി ടേസ്റ്റാണ്. സോ നമ്മൾ അങ്ങനെ ടേസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വരുന്നെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ കലമാരി എന്ന് പറയുന്നത്. മുത്തവണ നിന്ന് ഗ്രിൽഡ് ഫിഷും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും ബ്രെഡ് ടോസ്റ്റും അങ്ങനത്തെ ഓരോ ഐറ്റംസ് ട്രൈ ചെയ്തു. ഞാനൊരുമാതിരി ഈ പ്ലേറ്റ് നിറയെ ഐറ്റം എടുത്ത് വെച്ചിട്ട് ഓരോന്നും തകയെന്ന് കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. എല്ലാം പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു എല്ലാ ഐറ്റംസും. എനിക്ക് ഈ മറ്റേ കലമാരി എന്ന് പറഞ്ഞ പോലെ ഗ്രിൽഡ് ഫിഷ് അങ്ങനത്തെ സ്പൈസ് കുറവുള്ള ഐറ്റംസ് മാത്രമേ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഓരോ ഐറ്റം ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരുന്ന ഈ വീഡിയോ മുഴുവൻ അതായി പോകും. സോ എന്തായാലും ഞാൻ ഓരോ ഐറ്റംസ് ആയിട്ട് കഴിച്ചു. എനിക്ക് പേഴ്സണലി നന്നായിട്ട് ഇഷ്ടമാവുകയും ചെയ്തു. ബീഫ് കുറച്ച് മീഡിയമായിട്ടൊന്ന് കുക്ക് ചെയ്തൊരു ബീഫായിരുന്നു. സോ എന്തായാലും എനിക്ക് ആ ഒരു ഐറ്റംസൊക്കെ എൻ്റെ ടേസ്റ്റിന് പറ്റിയതായിരുന്നു. മൊത്തം സേഫ് സോണിലുള്ള ഐറ്റംസ് എല്ലാം ട്രൈ ചെയ്ത് നോക്കി. ഈ ഡെസേർട്ട് ഐറ്റംസൊക്കെ അതിൽ മറ്റേ ഗ്രീൻ ആപ്പിൾ പേസ്ട്രി, ഗ്രീൻ ആപ്പിൾ ചീസ് കേക്ക്, അതൊക്കെയാണ് മുത്തിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. പിന്നെ ഒരുപാട് ഐസ്ക്രീം പോലത്തെ ഒത്തിരി ഐറ്റംസ് ഉണ്ടായിരുന്നു, വെറൈറ്റീസ് ഓഫ് ഐറ്റംസ്. ഞാനും കുറേയൊക്കെ ട്രൈ ചെയ്തു. കുറേ നാൾ ഷുഗർ ഫ്രീ ഡയറ്റ് ആയിരുന്നുകൊണ്ട് ഈ ഐറ്റംസ് ഒക്കെ കിട്ടിയപ്പോൾ ഞാൻ ഒന്നും വിട്ടില്ല. പേസ്ട്രീസ് ആയാലും കേക്ക്സ് ആയാലും ഐസ്ക്രീംസ് ആയാലും ഷേക്കുകളായാലും എല്ലാം ഞാൻ എന്താ പറയുക, എന്ത് വേണോ എന്ത് എൻ്റെ മുന്നിൽ കൊണ്ടുവന്നോ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. സോ എല്ലാം ട്രൈ ചെയ്തു. മിക്ക ഐറ്റംസും ഞാൻ ഫുള്ളായിട്ട് കഴിച്ച് തീർക്കുകയും ചെയ്തു. ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ കുറച്ചായിട്ട് കഴിച്ച് വയ്ക്കുന്നത്. കുറച്ച് കാരമൽ ബേസ്ഡ് കുറച്ച് ഐറ്റംസ് ഉണ്ടായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും പേഴ്സണലി നന്നായിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഐസ്ക്രീമും ഡീസൻ്റ് ആയിട്ടുള്ള ഐസ്ക്രീം ആയിരുന്നു. അവിടെ തന്നെ അവർ മേക്ക് ചെയ്യുന്ന ഐസ്ക്രീം ആയിരുന്നു. വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇനി നമുക്ക് നേരെ ഈ ഐലൻഡിന് ചുറ്റും ഒരു ചെറിയൊരു ടൂറുണ്ട്. ദെൻ റൂം. ഓക്കെ.
പ്രവീൺ എന്ന് പറഞ്ഞ പുള്ളിയായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി അസൈൻ ചെയ്തത്. നമുക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു ബഗ്ഗി പോലൊരു വണ്ടിയുണ്ട്. സോ ഞങ്ങൾ പുള്ളിയുടെ അടുത്ത് ചോദിച്ചു, അവിടുത്തെ വിശേഷങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി. നല്ല രസമുള്ള ഒരു ഐലൻഡ് ആയിട്ടോ. ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ ഞാൻ പിന്നെ പറയുന്നു ഗെയിമിലൊക്കെ പോലത്തെ സ്ഥലം, ഫാർ ക്രൈ എന്നൊക്കെ പറഞ്ഞ ഗെയിമുണ്ട്. സോ അതിലേക്ക് പോലത്തെ ഐലൻഡ്. അങ്ങനെ ഞങ്ങൾ നേരെ ഐലൻഡിൽ നിന്ന് ഓഷ്യൻ വില്ലാസ് ഉള്ള വഴിയിലേക്ക് തിരിഞ്ഞു. വളരെ മനോഹരമായ ദൃശ്യമാണ്. രണ്ട് സൈഡിലും ഒരുപാട് ഡെപ്ത് ഒന്നും ഇല്ലാത്ത, എന്നാൽ വളരെ ഷാലോയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയ കടലാണ്. രണ്ട് സൈഡിലും ഓഷ്യൻ വില്ലാസ് ഉണ്ട്. കടലിൻ്റെ നടുക്കായിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് പില്ലേഴ്സിൽ മാത്രം വളരെ ഭംഗിയുള്ള കാഴ്ചകളാണ് പോകുന്ന വഴിയെല്ലാം. രണ്ട് സൈഡും ഇഷ്ടം പോലെ ഓഷ്യൻ വില്ലാസ് ആണ്. അതിൽ എല്ലാത്തിനും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൈവസി ഉണ്ട്. സോ ഞങ്ങൾ ഞങ്ങളുടെ ഓഷ്യൻ വില്ലയിലേക്ക് എത്തി. ആദ്യം തന്നെ ആ ഒരു പുറത്തുനിന്നുള്ള വിഷ്വലൊക്കെ കാണിച്ചു തരാം. അകത്തേക്ക് കയറുകയാണ്. ഓൾറെഡി മുത്തകത്ത് കയറി കഴിഞ്ഞു. ഞാനിന്ന് വീഡിയോയുടെ ഒരു സേക്കിന് വേണ്ടിയിട്ട് കയറി. വളരെ നന്നായിട്ട് ക്ലീൻ ചെയ്ത ഒരുപാട് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ആംബിയൻസ് ഉള്ള ഒരു റൂമാണ്. ചെറിയൊരു റൂം ടൂർ കാണിച്ചു തരാം. ബെഡ്, അടിപൊളി ബെഡ്, TV. ഐ തിങ്ക് ഇത് കബോർഡാണെന്ന് തോന്നുന്നു. നമ്മുടെ പെട്ടിയൊക്കെ അവർ കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട്. സോ ലെറ്റ് മീ ഓപ്പൺ ആൻഡ് സീ. ഇറ്റ്സ് എ കബോർഡ്. ടവൽസ് ഉണ്ട്, ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ലോക്കറുണ്ട്. അകത്തിടാനുള്ള ചെരുപ്പ്, പിന്നെ സ്ലിപ്പറ്, ഗൗണ്. ആഹാ, അടിപൊളി. ഇഷ്ടപ്പെട്ടാ? എന്താണ്? ഓ മൈ ഗോഡ്. കടലിലേക്ക് വ്യൂ ഉള്ള ഒരു അടിപൊളി ബാത്റൂം. എന്തൊരു വ്യൂ എന്ന് പറഞ്ഞാൽ എന്തൊരു വ്യൂ. ജക്കൂസി ഉണ്ട്. ബാത്തബ് തന്നെയാണ്, അതിനെ ജക്കൂസി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പ്. സൂപ്പറായിട്ടുള്ളൊരു റൂം. സ്ലൈഡിങ് ലോക്ക് മാറ്റിയിട്ട് ശരിക്കും ഒരു സ്വപ്ന ലോകത്തെത്തിയ പോലെ ഒരു ഫീലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും ഈ വെള്ളത്തിന് മുകളിൽ, ഈവൻ ഫോർ ഒരു ഹൗസ് ബോട്ടിലാണെങ്കിൽ പോലും ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല. ജസ്റ്റ് പോയി ഒരു മോർണിംഗ് സ്പെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ മുമ്പ് ജയൻ മാമനോടൊക്കെ ഒപ്പം. സോ ഇതൊരു ആദ്യമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കടലിൻ്റെ മുകളിൽ താമസിക്കുക, അത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടിൽ. ഭയങ്കര ലക്ഷൂറിയസ്. പിന്നെ ഞാനാണ്. ഹായ്. അടുത്തതായിട്ട് നമുക്ക് ഈ റൂമിൻ്റെ ഇപ്പുറത്തെ സൈഡ് കാണാം. TV ഉണ്ട്. ആ സൈഡ് വ്യൂ ആണ്. എന്തൊക്കെയോ പരിപാടിയാണ്. താഴെയുണ്ട്. അത് തുറന്നിറങ്ങുമ്പോഴത്തേക്കും കടലിൻ്റെ ആ ഒരു തണുത്ത കാറ്റിങ് വീശു. എന്ത് രസമാണെന്നറിയാം. അടിപൊളി റൂം. കിടിലം ഫുഡായിരുന്നു ഉച്ചയ്ക്ക്. അതിനുശേഷം ഇപ്പം ഞങ്ങൾ റൂമിലെത്തി. വൈകുന്നേരം ഒരു 5 മണി അടുപ്പിച്ച് ഫോട്ടോ സെഷനും കാര്യങ്ങളും ഉണ്ട്. പുള്ളി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ എന്നാണ് നമ്മളെ ഹെൽപ്പ് ചെയ്ത പുള്ളിയുടെ പേര്. പക്ഷേ നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങി പരിപാടിയൊക്കെ സെറ്റ് ചെയ്യണം. സോ കാണാം. ബൈ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ക്ഷീണം കാരണം മുത്ത് അവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് പോയി. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് ബാക്കി സാധനങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങി. റൂമിൽ കോംപ്ലിമെൻ്ററി ആയിട്ട് കോഫിയൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള അടിപൊളി മെഷീനും, പിന്നെ പലതരം ഫ്ലേവേർഡ് ടീയും, വെള്ളവും, പിന്നെ കുറേ എക്സോട്ടിക് ഫ്രൂട്ട്സും, പിന്നെ വൈനും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ അവിടെ കിടന്ന റോബൊക്കെ എടുത്തിട്ട് ചെറിയൊരു രാജാവ് സെറ്റപ്പിലൊക്കെ അവിടെ നിന്ന് ചില്ലി ഇതൊക്കെ നടന്നു. മുത്ത ആ സമയത്ത് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിരിക്കുമായിരുന്നു. ദെൻ ഞാൻ വീടിൻ്റെയൊക്കെ ഒരു വീഡിയോ നന്നായിട്ട് എടുത്തിട്ട് കുളിക്കാനായിട്ട് തീരുമാനിച്ചു. കുറച്ച് നേരം കടലിലൊന്നും കുളിക്കാൻ വിചാരിച്ചു. ആദ്യം ഞാനൊന്ന് ഇറങ്ങി അതിൻ്റെ ഒരു ആഴവും സെറ്റപ്പൊക്കെ നോക്കി മനസ്സിലാക്കിയിട്ട് പിന്നെ മുത്തിനോട് ഇറങ്ങാൻ പറയാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പുള്ള വെള്ളമായിരുന്നു. ഉച്ച സമയത്താണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിലും നല്ല തണുപ്പായിരുന്നു. എൻ്റെ കാലൊക്കെ ഇങ്ങനെ കിടക്കിടാ വരയ്ക്കാൻ തുടങ്ങി. പിന്നെ ഇറങ്ങി കുറച്ച് നേരം നിന്നപ്പോഴത്തേക്ക് ആ ഒരു ഇതുമായിട്ടൊന്ന് ബ്ലെൻഡായി. നല്ല ഓളം ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞിരുന്നു ഉച്ചയായ സമയമായതുകൊണ്ട് അത്യാവശ്യം നല്ല ഓളം ഉണ്ടാവും. സോ പിടിച്ച് തന്നെ നിൽക്കണം. കമ്പിയിൽ നിന്ന് പിടിവിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒഴുകി അങ്ങ് പോകാനുള്ള സാധ്യതകളുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല കെയർഫുള്ളായിട്ട് തന്നെ വെള്ളത്തിലൊന്ന് മുങ്ങി നീരുകയൊക്കെ ചെയ്തു. നല്ല രസമുണ്ട് കേട്ടോ. നല്ല രസമുള്ള വെള്ളമാണ്. ദെൻ മുത്ത് ഇറങ്ങാനായിട്ട് വന്നു. എനിക്കും നേരെ ചൊവ്വേ സ്വിമ്മിങ് അറിയില്ല, മുത്തിനാണെങ്കിൽ തീരെ സ്വിമ്മിങ് അറിയില്ല. സോ ഞങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ആ ഒരു കമ്പിയുടെ അവിടെ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് നിന്നത്. അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട് വളരെ സ്ലിപ്പറി ആണെന്നും ഭയങ്കര കെയർഫുള്ളായിരിക്കണമെന്നും. സോ ഞങ്ങൾ അത്രയും നല്ല കെയറോടെ തന്നെയാണ് നിന്നത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്കൊരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് നേരെ കടലിലേക്ക് ഇങ്ങനെ നടന്നിറങ്ങുക എന്ന് പറയുന്നതൊന്നും ഇമാജിൻ പോലും ചെയ്യാൻ പറ്റില്ല. അത്രയും പക്ഷേ ഭയങ്കര രസമായിരുന്നു. ആ ഒരു കടലിൻ്റെ തണുപ്പും ആ ഒരു ഓളവും എല്ലാം ഞങ്ങൾ ഭയങ്കര രസമായിട്ട് എൻജോയ് ചെയ്തു. ഒരുപാട് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു. കുറേ നേരം ഫോട്ടോ ഒക്കെ എടുത്തു, കുറേ നേരം വെള്ളത്തിൽ മുങ്ങി കളിച്ചു. കടൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഒരു ബ്യൂട്ടി ഉണ്ട്, കടലിന് ഇത്രയും ഒരു ഭംഗിയുണ്ട് എന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ബീച്ച് ഡെസ്റ്റിനേഷൻസിലൊക്കെ പോകണം. അപ്പോഴേ അതിൻ്റെ ഒരു ശരിക്കും ഒരു ഭംഗി മനസ്സിലാവും. ശരിക്കും ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു പരിപാടിയിൽ. കടലിലൊരു കിണ്ണം കാച്ചിയ കുളി കുളിച്ചു. ഇനി നമുക്ക് ജക്കൂസിയിൽ കുളിച്ചു നോക്കാം. ജക്കൂസി
നല്ല ചൂടുവെള്ളമൊക്കെ ഞാൻ ഇങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് കാണിച്ചു തരാം. വെള്ളം ഇങ്ങനെ പതഞ്ഞ് നല്ല രസമാണ്, ഇങ്ങനെ ഗുളുഗുളുകളാന്ന്. സോ ഞാൻ അതിൽ കിടന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തു. ആ കടൽ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ പോകാൻ വേണ്ടി കുറച്ച് നേരം അതിൽ അങ്ങനെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം കയറി കുളിക്കുകയും ചെയ്തു കേട്ടോ. തലയൊക്കെ വാഷ് ചെയ്ത് നല്ല ഷാമ്പു വാഷൊക്കെ ചെയ്ത് ഫ്രഷ് ആയിട്ടാണ് വൈകുന്നേരം അടുത്ത പരിപാടിക്കായിട്ട് ഇറങ്ങിയത്. കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി. ഇനി നമുക്ക് കുറച്ച് റീൽസ് ഷൂട്ട് ചെയ്യുക, പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കുക, അതൊക്കെയാണ് പരിപാടികൾ. ബാക്കിൽ നല്ല മനോഹരമായ കടൽ ഇങ്ങനെ കാണാം. എന്താണല്ലേ വാട്ടർ വില്ല, നല്ല കൺസെപ്റ്റ്. ദിനേശ് ഞാനിവിടെ റെഡിയാണ്. ഓക്കെ, കാണാം. അകത്തുനിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി ബാക്കി പുറത്തുനിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ വാട്ടർ വില്ലയിൽ കുറേ ടൈം സ്പെൻഡ് ചെയ്തു. ഇനി നമ്മൾ കുറച്ച് ഫുഡൊക്കെ കഴിക്കാം, കുറച്ച് പിക്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. വ്യൂ കാണിച്ചു തരാം. സൈഡിലൊക്കെ ബാക്കിലൊക്കെ നല്ല ഭംഗിയാണ്. ഞങ്ങളുടെ പരിപാടി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് കുറേ റീൽ ഷൂട്ട് ചെയ്യുക, ഫോട്ടോസ് എടുക്കുക, അങ്ങനത്തെ കുറേ പരിപാടികളായിരുന്നു. സോ ഒത്തിരി നേരം അതൊക്കെ ചെയ്തു. ഞാൻ ഇവിടെ നിന്ന് മറ്റേ എനിക്ക് മുത്ത് ഗിഫ്റ്റ് ചെയ്ത ക്യാമറ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. സോ അതൊക്കെ കൊണ്ടുപോയി ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയിട്ട് അടുത്തതായിട്ട് നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് പോകണം. സോ അതിനായിട്ട് നടന്നു പോകാമെന്ന് വിചാരിച്ചു. രാത്രി ആയപ്പോഴത്തേക്കും ഉണ്ടല്ലോ, സന്ധ്യയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വാട്ടർ വില്ലയുടെ ഭംഗി ഞങ്ങളുടെ ഇരട്ടിക്കുകയാണ്. ആ ലൈറ്റും ബാക്കിലത്തെ ആ വ്യൂ ഉണ്ടോ, എന്ത് രസമാണ്, അടിപൊളി. വർത്ത് ദ മണി എന്ന് പറയാമല്ലോ. അത്യാവശ്യം പൈസ സ്പെൻഡ് ചെയ്യണം അല്ലേ, കിട്ടില്ലോ അല്ലേ? സൂപ്പർ ആയിട്ടുണ്ട്. എല്ലാവരും വൺ ടൈം എങ്കിലും മസ്റ്റ് ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു ഇതാണ് വാട്ടർ വില്ല. സത്യം. മുത്താദ്യം ഈ പ്ലാൻ ഇട്ടപ്പോഴേ പറഞ്ഞു വാട്ടർ വില്ലയിൽ താമസിക്കണം. അന്ന് ഞാൻ കുറച്ച് ഡിസ്കറേജ് ചെയ്തതാണ്, പക്ഷെ അത് ചെയ്തിരുന്നെങ്കിൽ നഷ്ടമായി പോയേനെ കേട്ടോ. നമുക്ക് കുറച്ച് സ്നാക്സ് കഴിക്കാൻ പോയാലോ? ഓക്കെ, അപ്പോൾ നമ്മൾ സ്നാക്സ് കഴിക്കാനായിട്ട് പോകാൻ പോകാം. സന്ധ്യയായപ്പോൾ തന്നെ പോകുന്ന വഴിയൊക്കെ നല്ല ഭംഗിയായി തുടങ്ങി. സ്കൈ ഒക്കെ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടോ, മേളിൽ സ്റ്റാർ, മൂണ്, അടിപൊളി. നമ്മൾ ഈ ഓഷ്യൻ വില്ലയിൽ താമസിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് റെസ്റ്റോറൻറ്റ് എക്സ്ക്ലൂസീവ് ആക്സസ് ഉണ്ടല്ലോ. സോ ഞങ്ങൾ പല സ്ഥലത്തു നിന്നും കുറേ സ്നാക്സ് കഴിച്ചു. ബർഗർ, പിസ്സ, അങ്ങനത്തെ എല്ലാത്തിനെയും ചെറുതായിട്ടുള്ള ഒരുപാട് അളവിലല്ല, കുറച്ച് അളവിൽ കഴിച്ചു. then ഞങ്ങൾ അവിടെ തന്നെ ബീച്ച്, മറ്റേ എന്താ പറയുക, സൺബാത്തൊക്കെ ചെയ്യാൻ പറ്റിയ ബീച്ച്, ആ ഒരു ഏരിയയൊക്കെ പോയി ജസ്റ്റ് ഒന്ന് കണ്ടു. പിന്നെ ഹുദ്രാൻ ഫിഷി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ബോർഡ്, പിന്നെ അല്ലാതെ ഒരുപാട് ഈ നൈറ്റ് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ വന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ചെറുതായിട്ടിരുന്ന് വെള്ളം അടിക്കുന്നവർക്കൊക്കെ വെള്ളം അടിക്കാൻ പറ്റിയ കുറച്ച് സൈഡുകൾ. ഈ മദ്യവും ഇവിടെ അൺലിമിറ്റഡ് ആണ് കേട്ടോ, ഇഷ്ടം പോലെ കിട്ടും. അങ്ങനെ മുത്ത് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി നല്ല രസമായിരുന്നു. ദെൻ അതിനുശേഷം ഞങ്ങൾ നേരെ കഴിക്കാനായിട്ട് റെസ്റ്റോറൻറ്റ് അടുത്തേക്ക് എത്തി. ആദ്യം ഇവിടെ നിന്ന് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചു കേട്ടോ. ഈ ഒരു കടയിൽ നിന്ന് കുറച്ച് സ്നാക്ക് ഐറ്റംസ് ഒക്കെ കഴിച്ചു, ട്രൈ ചെയ്തു. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ മെയിൻ റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ട് പ്രവീണിനെ കോൺടാക്ട് ചെയ്തു. പ്രവീൺ വരാനായിട്ട് കാത്ത് നിൽക്കുമായിരുന്നു ഞങ്ങൾ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രവീൺ അവിടെ എത്തി. ഞങ്ങളുടെ ഹണിമൂൺ ആണെന്ന് പുള്ളിയോട് പറഞ്ഞപ്പോൾ തന്നെ പുള്ളി ഞങ്ങൾക്ക് സ്പെഷ്യൽ സീറ്റിംഗ് അറേഞ്ച് ചെയ്ത് തന്നായിരുന്നു. ഒരു ചെറിയൊരു മിനി ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്നൊക്കെ പറയാമല്ലോ, അങ്ങനത്തെ ഒരു സാധനം. പിന്നെ കേക്കും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ഈ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നൈസ് ആംബിയൻസ് ആയിരുന്നു കേട്ടോ. കടലിൻ്റെ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് തിരയുടെ ശബ്ദവും അതിനോടൊപ്പം പുള്ളി ആ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്ന ശബ്ദവും പിന്നെ ആ ഒരു നടുക്ക് വെച്ചേക്കുന്ന ഒരു ലൈറ്റും എല്ലാം കൂടെ നല്ലൊരു വൈബായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ഞങ്ങൾ മ്യൂസിക്കൊക്കെ കണ്ടു നിന്നു. പക്ഷേ അതല്ലല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കണമല്ലോ, അതാണല്ലോ മെയിൻ. സോ അങ്ങോട്ടേക്ക് വിട്ടു ഫുഡ് എടുക്കാനായിട്ട്. നേരത്തെ പോലെ തന്നെ ബുഫേ ആണ്. ഇത്തവണ വെറൈറ്റി ഐറ്റമാണ്. നേരത്തെ പോലത്തെ ഐറ്റംസ് എല്ലാം ഉച്ചയ്ക്കത്തതിന് മാറ്റി രാത്രി വേറെ ടൈപ്പ് ഐറ്റംസ് ആയിരുന്നു. ഡെസേർട്ടും മറ്റേതൊക്കെ ആയിട്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ ഞങ്ങൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇത്തവണയും ബുഫേ നമ്മുടെ സൂപ്പിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തത്. മുത്തിന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പാണ്. ഞാനും ആ സൂപ്പ് കഴിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ രണ്ടുപേരും സൂപ്പ് കഴിച്ചതിന് ശേഷം അടുത്ത് മെയിൻ കോഴ്സിലേക്ക് കഴിക്കാനായിട്ട് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോയി. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയില്ല. പറ്റുന്ന ഐറ്റംസ് എല്ലാം എടുത്ത് ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു മിക്കതും. എന്തായാലും മറ്റേ പച്ച ഓയിസ്റ്ററൊക്കെ ഞാൻ എടുത്തു. ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റിയ ഏക ഐറ്റം ഈ ഒരു ഫ്രൈഡ് ചിക്കൻ ആണെന്നാണ് മുത്തിൻ്റെ അഭിപ്രായം. സോ മുത്ത അതൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നു. ഞാൻ ആ ഒരു പച്ച ഓയിസ്റ്റർ ടേസ്റ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരുന്നു. ആ സാധനം കാണിച്ച ഷെല്ല് ഓക്കെ പച്ചമീൻ്റെ ടേസ്റ്റ് കഴിച്ചു നോക്കണം. ആ പച്ചക്ക് വെച്ചേക്കണതാ, എനിക്ക് വേണ്ട, കുക്ക് ചെയ്യാത്ത. വലിയ കാര്യത്തിന് പോയി എടുത്തെങ്കിലും സഹിക്കാൻ പറ്റാത്ത ടേസ്റ്റായിരുന്നു. ശരിക്കും ഈ പച്ചക്കൊക്കെ എന്തോ ഒരു ഗിളുകളാന്നുള്ളൊരു സാധനം കഴിക്കുന്ന പോലെ ഇരുന്നു. എനിവേസ് എല്ലാ സാധനങ്ങളും ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നു. അതിനിടയ്ക്ക് ഒരു കൊക്ക് വന്ന് അവിടെ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നതൊക്കെ കണ്ടു. then ഞങ്ങൾ പിന്നെയും ഫുഡ് കഴിക്കുന്നത് തുടർന്നു. ഇത്തവണ അടുത്ത ഐറ്റം ബീഫിൻ്റെ ഒരു പ്രത്യേക ഒരു പീസാണ്.
ടർക്കി. ഓഹോ, ഇതൊരു കട്ടി. ഹാർഡ്. ഈ മീറ്റും സാധനങ്ങളൊക്കെ ഫോറിനേഴ്സിന് പറ്റിയ ടേസ്റ്റിലാണ് ചെയ്തേക്കുന്നത്. നമുക്കത് അത്രയ്ക്ക് ഇഷ്ടപ്പെടില്ല. എന്നാലും വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ എന്തായാലും ട്രൈ ചെയ്തതാണ്. കുറേ മീനുകളെയൊക്കെ കണ്ട് അങ്ങനെ ഇരുന്നു. ദെൻ പേസ്ട്രീസ് ഒക്കെ വന്നു. സോ അതെല്ലാം ട്രൈ ചെയ്തു. എനിക്ക് പേഴ്സണലി എല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഐറ്റം ഉണ്ട്. പേസ്ട്രീസ് എല്ലാം നല്ലതായിരുന്നു, പക്ഷേ ആ മെയിൻ കോഴ്സ് ഐറ്റംസ് വലിയ ടേസ്റ്റ് ഇല്ല. ദെൻ ഞങ്ങളുടെ കേക്കൊക്കെ വന്നു. ഞങ്ങൾക്ക് ഇപ്പോൾ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എല്ലാം പാക്ക് ചെയ്തെടുത്തു. ദെൻ ഞങ്ങൾ വണ്ടി കയറി നേരെ റൂമിലേക്ക് വിട്ടു. പ്രവീണിനോട് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ ഒരു ടൈം ആകുമ്പോഴത്തേക്കും പിക്ക് ചെയ്യാൻ വരാനായിട്ട് പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ പ്രവീണുമായിട്ട് ഒന്നിച്ച് റൂമിലേക്ക് പോയി. വേറൊരു കപ്പിളും കൂടെ നമ്മുടെ വണ്ടിയുടെ ബാക്കിലുണ്ടായിരുന്നു. സോ അവരുടെ റൂമിൻ്റെ അവിടെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ വാട്ടർവേയിൽ ഡ്രോപ്പ് ചെയ്ത് സുഖമായിട്ടൊന്ന് ഉറങ്ങി. നല്ലൊരു ഉറക്കം കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റപ്പോഴത്തേക്കും നല്ല വെളിച്ചവും കാറ്റും ഒക്കെ തുടങ്ങി. സോ ഞങ്ങൾ പല്ലൊക്കെ തേച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒരു ആപ്പിൾ കഴിച്ചു. നല്ല സ്വീറ്റ് ആപ്പിൾ. ബ്രേക്ക്ഫാസ്റ്റ് ആയി. ലൈറ്റ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഇനി ഹെവി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ പ്രവീണിൻ്റെ കൂടെ പിന്നെയും നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പുറപ്പെട്ടു. ഇത്തവണ വേറെ വഴിയിലാണ് കൊണ്ടുപോയത്. പുതിയ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഐലൻഡിൻ്റെ വേറൊരു പോർഷൻ കാണിച്ചു തന്നു. ദെൻ പിന്നെ റെസ്റ്റോറൻറ്റിൽ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ പതിവ് പോലെ റെസ്റ്റോറൻറ്റ് എത്തി. ഇത്തവണ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ നാടൻ ചമ്മന്തിയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. രാവിലെ കഞ്ഞിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്തവണ ശരിക്കും പറഞ്ഞാൽ കുറേ വെറൈറ്റി, സാധാരണയായി നമ്മൾ കാണാത്ത കുറച്ച് വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. ഡോനറ്റും ഐറ്റംസൊക്കെ നമ്മുടെ കോമൺ ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് വെറൈറ്റി ഐറ്റം ഉണ്ടായിരുന്നു. എസ്പെഷ്യലി ഈ ഒരു സാധനം, ഹണി കോമ്പ്, കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല കൊതി വരുന്നില്ല. ഊസ് ഔട്ട് ചെയ്ത് ഹണി വരുന്ന ഒരു ഹണി കോമ്പ്. മുത്തത് ആവശ്യത്തിനൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഒരുപാടൊന്നും എടുക്കേണ്ട, ആവശ്യത്തിന് എടുത്താൽ മതി എന്ന് പറഞ്ഞു. നമുക്കറിയില്ലല്ലോ ഇതിൻ്റെ രുചി എന്താണെന്നുള്ളത്. അതിനേശം ഇപ്പോൾ പറയുമ്പോൾ പോലും എനിക്കത് നല്ല കൊതി വരുന്നുണ്ട്. ദെൻ അല്ലാതെ കുറച്ച് ഡോനറ്റ്സും ബ്രെഡ്സും പിന്നെ അല്ലാതെ ലൈവായിട്ട് ഗ്രില്ല് ചെയ്തിടുന്ന സോസേജസും മറ്റും ഞങ്ങൾ ഇഷ്ടം പോലെ എടുത്തു. ദെൻ കുറച്ച് ജ്യൂസസ് ഉണ്ടായിരുന്നു, ഷേക്സ് ഉണ്ടായിരുന്നു. പിന്നെ പറയാനാണെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു. സോ ഞങ്ങളെല്ലാം എടുത്തു. വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ്. ഹലോ. അങ്ങനെ ഞങ്ങൾ എല്ലാ ഐറ്റംസും ടേബിളിൽ സെറ്റ് ചെയ്ത് വെച്ചു. കണ്ടില്ലേ എന്തെല്ലാമാണ്, പേര് പറഞ്ഞ് എടുക്കാനായിട്ട് ഒരുപാടുണ്ട്. മീൻ കറി അങ്ങനത്തെ നമ്മുടെ കോമൺ ആയിട്ടുള്ള ഐറ്റംസും അല്ലാതെ റെയർ ആയിട്ടുള്ള ഒരുപാട് ഐറ്റംസും ഉണ്ട്. വാഫിള്, ചോക്ലേറ്റ്സ്, അങ്ങനെ എല്ലാം. അടിപൊളി. ഞാനപ്പോൾ എൻ്റെ മുമ്പിലുള്ള സാധനങ്ങൾ ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങി. ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സോ നമുക്ക് എന്താ പറയുക, ഒരു ഹെവി ബ്രേക്ക്ഫാസ്റ്റ് തന്നെ ആക്കി കളയാന്ന് വെച്ചു. കാരണം ഇനി നമ്മുടെ യാത്രയിൽ ഈ ഒരു ഐലൻഡിൽ നിന്ന് ഫുഡ് വരുന്നില്ല. സോ ഈ ഒരു ഐലൻഡിലെ ലാസ്റ്റത്തെ ഫുഡ് അല്ലെങ്കിൽ ലാസ്റ്റത്തെ മീലാണ്. സോ അത് മാക്സിമം അങ്ങോട്ട് ആസ്വദിച്ച് വയറ് നിറയെ അങ്ങോട്ട് തട്ടിയിട്ടുണ്ട്. എല്ലാ വെറൈറ്റി ഐറ്റംസും. കൂട്ടത്തിൽ താരം മുത്ത് കഴിക്കുന്ന ഈ ഐറ്റമാണ്. ഭയങ്കര ടേസ്റ്റാണ്. എനിക്കും പേഴ്സണലി ഈ ഹണി കോമ്പ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് ബ്ലൂ ചീസാണ്. മിസ്റ്റർ ബീൻ്റെ കാർട്ടൂണിലൊക്കെ ഈ ബ്ലൂ ചീസ് കണ്ടിട്ടുള്ളൂ. സോ ട്രൈ ചെയ്ത് നോക്കിയാണ്. അബദ്ധമായിപ്പോയി എൻ്റെ മുന്നേ. എനിവേസ് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് നടന്ന് കയ്യിലുള്ള ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. നല്ല കടൽക്കാറ്റൊക്കെയുള്ള ഒരു നൈസ് ഒരു സ്പോട്ടായിരുന്നു ആ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡ്. സോ കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്തു. ദെൻ നമ്മളെ പ്രവീൺ ബ്രോ എത്തി ഞങ്ങളെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇനി കുറച്ച് സമയം കൂടെ ഐലൻഡിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റൂ. കടലിലോട്ട് നമുക്ക് ഇറങ്ങി നോക്കാം. നല്ല തണുപ്പാണ്. അങ്ങനെ ആ തണുത്ത വെള്ളത്തിൽ കാലൊക്കെ ഇട്ട് കളിച്ച് കുറച്ച് നേരം അങ്ങനെ സ്പെൻഡ് ചെയ്തു. കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ എടുത്തപ്പോൾ നോക്കിയപ്പോൾ കടലിൻ്റെ നടുക്കൂടെ ഒരു ടീം, ഒരു അച്ഛനും മോനും ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അത് ആക്ച്വലി അവിടെ കുറച്ച് ഷാലോ ഏരിയ ഉണ്ട്. ദെൻ ഞങ്ങൾ അത് കഴിഞ്ഞ് റൂമിലെത്തി ആ ഹണിമൂൺ കേക്ക് പാക്ക് ചെയ്തു. ദെൻ അവിടെ നിന്ന് ഇറങ്ങി. വാട്ടർ വില്ലയിൽ നിന്ന് ബൈ ബൈ പറയുകയാണ്. അടുത്ത ലൊക്കേഷനിലേക്ക് പോവാം. ബൈ. വാട്ടർ വില്ലയിൽ നിന്ന് പോകുന്നതിന് മുമ്പേ നമ്മുടെ ഇതിനെല്ലാത്തിനും കൂടെ നിന്ന് ഈ പ്രവീണുമായിട്ട് ഞങ്ങളൊരു പിക്കൊക്കെ ക്ലിക്ക് ചെയ്തു. ദെൻ പുള്ളി ഞങ്ങളെ പോകുന്ന വഴി ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ അവിടെ വിട്ടാൽ മതി, ഞാൻ കുറച്ച് നേരം ബീച്ചിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. സോ അവിടെ വിട്ടാൽ മതി എന്ന് പറഞ്ഞു. പുള്ളി ഓക്കെ എന്ന് പറഞ്ഞ് ബബോയ് പറഞ്ഞ് പോയി. തന്നെ അവിടുത്തെ ഓപ്പൺ ബീച്ചിൽ കുറേ നേരം നല്ല രസമായിട്ട് സ്പെൻഡ് ചെയ്തു. ഞാൻ കുറച്ച് നേരം അത് വളരെ ഷാലോ ആണ്, കുറേ ദൂരം അങ്ങനെ നടക്കാം. ഞാൻ കുറേ ദൂരം നടന്നു, കുറേ നേരം കടലിലൊക്കെ കളിച്ചു. നമുക്ക് ആ ബീച്ചിൻ്റെ ആ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് മീനുകളെയൊക്കെ നന്നായിട്ട് കാണാം. നമുക്ക് വേണമെങ്കിൽ കയ്യിൽ ഇങ്ങനെ കോരിയെടുക്കാം. അത്രയ്ക്ക് ആ ഒരു ഹൈറ്റ്, അത്രയ്ക്കൊരു ഡെപ്തിലേ ഉള്ളൂ. മീനുകളെയൊക്കെ നമുക്ക് നല്ല ക്ലിയർ വാട്ടറുമാണ്. സോ നമുക്ക് കാണാം. മദാമ്മമാരും സായിപ്പന്മാരും ഒക്കെ വെയിൽ കായാനായിട്ട് അവിടെ ഇവിടെ ആയിട്ട് കിടപ്പുണ്ട്. സോ ഞങ്ങൾ അതൊക്കെ കണ്ട് കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്ത് അവിടെ നിന്നു. പിന്നെ അവിടെ കുറച്ച് അപ്പുറത്തായിട്ടൊരു സ്വിങ് ഉണ്ട്. സോ അങ്ങോട്ടേക്ക് പോയി.
പോകുന്ന പോക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ മീനുകളെയും ഞണ്ടുകളെയും മറ്റുമൊക്കെ കണ്ട് അതിൻ്റെയൊക്കെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു. തന്നെ ആ ഒരു സ്വിങ്ങിൻ്റെ അടുത്തേക്ക് എത്തി. നമ്മുടെ ആ ഒരു അധാരൻ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ പേര് എഴുതിയ ഒരു സ്വിങ്ങാണ്. സോ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെയും ഫോട്ടോ ഒക്കെ എടുത്തു. നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കും ആ ഒരു ഓഷ്യൻ വില്ല അതിന് വേണ്ടി നമ്മൾ മുടക്കിയ ആ ഒരു പൈസ ഓരോ എമൗണ്ടും വേർത്ത് ഇട്ടായിട്ട് ഫീൽ ചെയ്ത മൊമെൻറ്റ്സ് ആയിരുന്നു ശരിക്കും അവിടെ സ്പെൻഡ് ചെയ്ത ആ ഒരു ടൈം ഫുള്ള്. കുറച്ച് നേരം ഞങ്ങൾ അവിടെ ആ ഒരു ഊഞ്ഞാൽ പോലുള്ള സെറ്റപ്പിൽ കുറച്ച് നേരം കിടന്നു. അതിന് ഫോട്ടോ ഒക്കെ എടുത്തു. അവിടെയും നല്ല എനിക്കെന്ന് പറഞ്ഞാൽ മനസ്സിൽ ആ ഒരു ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റ് ഞാനത് ഓർക്കുമ്പോൾ പോലും എന്തൊരു രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ലൈഫിൽ വൺസ് ഇൻ എ വൈൽ ലൈക്ക് ഇങ്ങനത്തെ ഓരോ യാത്രകൾ പോകണം, ഇങ്ങനത്തെ ഓരോ ട്രിപ്സ് സെറ്റ് ചെയ്യണം. കാരണം ഭയങ്കര മണിക്കൂറത്തെ കാത്തിരിപ്പിനൊടുവിൽ ബോട്ട് വന്നു എന്നാണ് പറയണത്. സോ അങ്ങോട്ടേക്ക് പോവുകയാണ്. ബാഗേജൊക്കെ അവിടെ എത്തിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. പോവാം. മനസ്സില്ലാ മനസ്സോടെ ആണെങ്കിൽ ഞങ്ങൾക്ക് പോയല്ലേ പറ്റുള്ളൂ. ഇനി എപ്പോഴെങ്കിലും തിരിച്ചിങ്ങോട്ടേക്ക് വരാമെന്നുള്ളൊരു മൈൻഡുമായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അദാരൻ ഹുദ്രാൻ ഫിഷി മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. മാൽഡീവ്സ് വ്ളോഗ് ഇനിയും കഴിഞ്ഞിട്ടില്ല. ഇനിയും ഒരുപാട് മൊമെൻറ്റ്സും വാട്ടർ ആക്ടിവിറ്റീസും ബാക്കിയുണ്ട്. പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ഇറ്റ്സ് മീ ജീസസ് സൈനിങ് ഓഫ്. ഞങ്ങൾ എയർപോർട്ട് എത്തിയിട്ടേ ഉള്ളൂ. ബാക്കി കാണാം. ബൈ, സീ യു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.